നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഓണത്തിൻ്റെ തിരക്കുകൾ പതുക്കെ തുടങ്ങിയൊരു സമയമാണല്ലോ. നമ്മുടെ കേരളത്തിൽ ഈ ഓണം തുടങ്ങിയതും അതിൻ്റെ ഉത്ഭവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചരിത്രമുള്ളൊരു മഹാക്ഷേത്രമുണ്ട്. നമ്മുടെ ഭാരതത്തിൽ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തി സങ്കല്പത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ എടപ്പള്ളിക്കടുത്തുള്ള തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. നമ്മുടെ കേരളത്തിലെ ഓണത്തിൻ്റെ ഉത്ഭവവും ഐതിഹ്യവുമൊക്കെ ഈ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് കണക്കാക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം കണക്കാക്കുന്ന ഈ ക്ഷേത്രം ഭാരതത്തിലെ വൈഷ്ണവ സന്യാസിമാരായ 12 ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ തന്നെ വളരെ പുരാതനമായൊരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഇതെന്ന് തന്നെ കണക്കാക്കാം. പഴയകാല ചരിത്രങ്ങളിലും ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടിയ പുരാതന ലിഖിതങ്ങളും അനുസരിച്ച് ഈ തൃക്കാക്കര ദേശത്തെ തിരുക്കാൽക്കരൈനാട് എന്നാണ് വിശേഷിപ്പിച്ച് കാണുന്നത്. അതായത് കാൽക്കരൈനാട് എന്നാൽ കാൽ സ്പർശിച്ച കര. ഭഗവാന്റെ കാൽ സ്പർശിച്ച കര എന്ന അർത്ഥത്തിലാവാം പിൽക്കാലത്ത് തിരുക്കാൽക്കര എന്നും പിന്നീട് തൃക്കാക്കര എന്നും അറിയപ്പെട്ടത് എന്നും കണക്കാക്കപ്പെടുന്നു. ഭഗവാൻ മഹാവിഷ്ണു വാമനരൂപം പൂണ്ട മഹാവിഷ്ണു മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് തൻ്റെ പാദസ്പർശത്താൽ പറഞ്ഞയച്ചതും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ തൻ്റെ പ്രജകളെ കാണാൻ മഹാബലിക്ക് ഭൂമിയിലേക്ക് വരാനുള്ള ആ ഒരു അനുവാദം ഭഗവാൻ കൊടുത്തു എന്നുമാണല്ലോ ആ ഒരു ഓണത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. ആ ഒരു ഐതിഹ്യത്തിൽ നിന്നാവാം ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഓണാഘോഷത്തിൻ്റെ തുടക്കവും. നമുക്ക് ഈ ക്ഷേത്രത്തെ ബന്ധിച്ചുള്ള കൂടുതൽ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഈ ഓണക്കാലത്ത് ഒന്ന് മനസ്സിലാക്കാം. കൊച്ചിയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിലാണ് തൃക്കാക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 2 ക്ഷേത്രങ്ങളാണ്. ഒന്ന് വാമനമൂർത്തി ക്ഷേത്രവും രണ്ടാമത്തേത് തെക്ക് ഭാഗത്തുള്ള ശിവക്ഷേത്രവും. കൂടാതെ മഹാബലിക്കും ഒരു പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ കപില മഹർഷി ഇവിടെ എത്തി മഹാവിഷ്ണുവിനെ തപസ്സനുഷ്ഠിച്ചുവെന്നും മഹർഷിയുടെ ആഗ്രഹപ്രകാരം മഹാവിഷ്ണു വാമന രൂപത്തിൽ ഇവിടെ കുടികൊണ്ടു എന്നും അതല്ല പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നും വിഭിന്നമായ ഐതിഹ്യങ്ങളുണ്ട്. കപിലതീർത്ഥം എന്ന പേരിലൊരു തീർത്ഥക്കുളവും ഇവിടെ കാണാം. അക്കാലത്ത് ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂക്കൾ ശേഖരിച്ചിരുന്ന സ്ഥലം പൂക്കാട്ടുപടിയായും സദ്യയ്ക്ക് വേണ്ട നെല്ലുകുത്തിയ ഉമിയിട്ടിരുന്ന ഉമിച്ചിറ ഉണിച്ചിറയായും രാജാക്കന്മാരുടെയും മറ്റും ആനകളെ തളച്ചിരുന്ന കളഭശ്ശേരി പിന്നീട് കളമശ്ശേരി എന്ന പേരിലും, കൂടാതെ മഹാബലിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാവാം ഇവിടെ നിന്നും 7 കിലോമീറ്റർ മാറി പാതാളം എന്നൊരു സ്ഥലവുമുണ്ട്. ഏക്കറോളം വിസ്തീർണമുള്ള വിശാലമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കരയിലേത്. 2 ക്ഷേത്രങ്ങളുള്ളതിൽ തെക്കുഭാഗത്തെ ശിവക്ഷേത്രമാണത്രേ ആദ്യമുണ്ടായത്. അത് സ്വയംഭൂവായ ഒരു ശിവലിംഗമായിരുന്നു. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം വരെയും കടലായിരുന്നു അത്രേ. പഴയകാല സഞ്ചാരികളുടെ ഡയറിക്കുറിപ്പുകളിൽ തൃക്കാക്കരയിലെ പുരാതനമായ മാദേവരെ പറ്റിയും ഇവിടുത്തെ കൊട്ടാരങ്ങളെപ്പറ്റിയും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ മതിലിൽ കടൽത്തിരകൾ വന്നടിക്കുന്നതിനെപ്പറ്റിയും പരാമർശിച്ചിട്ടുള്ളതായി പറയുന്നു. തൃക്കാക്കര മുതൽ കൊച്ചി വരെയുള്ള ഭൂപ്രദേശം പിൽക്കാലത്ത് കടൽ ഉൾവലിഞ്ഞുണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വിവാഹമണ്ഡപത്തിൻ്റെ നിർമ്മാണകാലത്ത് അടിത്തറ കുഴിക്കുന്ന സമയത്ത് കിഴക്ക് ഭാഗത്ത് ചെങ്കല്ലും പടിഞ്ഞാറ് ഭാഗത്ത് കടലിലെ ചെളിയുമാണത്രേ കണ്ടത്. പുരാണങ്ങളിലെ പരാമർശം പോലെ തന്നെ പണ്ട് കാലത്ത് ഇവിടെ സമുദ്ര സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതാം. ഐതിഹ്യപ്രകാരം ഇവിടം ഭരിച്ചിരുന്ന മഹാബലി അല്ലെങ്കിൽ ഇവിടം ഭരിച്ചിരുന്ന ചക്രവർത്തി ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു.
ആദ്യകാല ക്ഷേത്രമായതിനാൽ ആദ്യം ശിവക്ഷേത്രത്തിൽ തൊഴുതതിനു ശേഷം വേണം വാമനസ്വാമിയെ ദർശിക്കാൻ എന്നാണ് ആചാരം. ആദ്യമുണ്ടായിരുന്ന ശിവക്ഷേത്ര നിർമ്മിതി അപൂർണമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ന് കാണുന്ന രീതിയിൽ ചുറ്റമ്പലവും തിടപ്പള്ളിയും ഉപദേവാലയങ്ങളുമൊക്കെ പുതുക്കി നിർമ്മിച്ചത്. സ്വയംഭൂവായ ശിവലിംഗമായതുകൊണ്ടാവാം ശ്രീകോവിൽ തറനിരപ്പിൽ നിന്ന് ഉയർത്തിയുള്ള ഒരു നിർമ്മിതിയാണ്. അതുകൊണ്ട് മുൻപിൽ സോപാനപ്പടികളുമില്ല. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി ഇരുവശങ്ങളിലുമായി 2 ശ്രീകോവിലുകൾ വീതം കാണാം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയും പാർവതിയും, വടക്ക് പടിഞ്ഞാറേ മൂലയിലെ ശ്രീകോവിലുകളിൽ സുബ്രഹ്മണ്യനും ദുർഗാഭഗവതിയും. ശിവക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്താണ് മഹാബലിയുടെ സിംഹാസന സ്ഥാനം. തിരുവോണ ദിനത്തിൽ ഭഗവാൻ വാമനരൂപത്തിൽ എഴുന്നള്ളി ഇവിടെ നിന്നും മഹാബലിയെ എതിരേൽക്കുന്ന ഒരു ചടങ്ങും ഇവിടെയുണ്ട്. മണ്ഡപത്തിനുള്ളിലായി ഒരു വലിയ വിളക്കും വെച്ചിട്ടുണ്ട്. വടക്ക് ഭാഗത്ത് കാണുന്നതാണ് 108 വൈഷ്ണവ തിരുപ്പതികളിൽപ്പെട്ട വാമനമൂർത്തി ക്ഷേത്രം. വിശാലമായ മതിലകത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. കിഴക്ക് ഭാഗത്തായി ചെറിയൊരു ക്ഷേത്രഗോപുരവും സാമാന്യം വലിപ്പമുള്ള ഒരു ആനപ്പന്തലും ഇതിൻ്റെ പടിഞ്ഞാറേറ്റത്ത് 7 തട്ടുകളുള്ള ഒരു ദീപസ്തംഭവും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു മുൻപിൽ ചെമ്പ് കൊടിമരം, പിന്നെ വലിയ ബലിക്കൽപുര. ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്കൊത്തവണ്ണം ഉയരവും വലിപ്പവും കൂടിയ പിത്തള പൊതിഞ്ഞ വലിയ ബലിക്കല്ലാണ്. ബലിക്കൽപുരയുടെ മച്ചിൽ അഷ്ടദിക്പാലകരുടെ രൂപങ്ങൾ തടിയിൽ കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. അകത്തെ കാഴ്ചകൾ പകർത്താൻ അനുമതിയില്ലാത്തതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോവാം. ചെമ്പുമേഞ്ഞ കരിങ്കല്ലിൽ നിർമ്മിച്ച വട്ടശ്രീകോവിലിലാണ് കിഴക്കോട്ട് ദർശനമായി വാമനസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വാമനമൂർത്തി സങ്കല്പമാണെങ്കിലും 4 അടിയോളം ഉയരമുള്ള ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹമാണ്. മുകളിലത്തെ കൈകളിൽ ചക്രവും ശംഖും, താഴത്തെ വലത്തുകൈയിൽ പത്മവും, ഇടതുകൈ കടിബന്ധത്തിലൂന്നിയതുമാണ്. സാധാരണ ഇടതുകൈയിൽ ഗദയാണല്ലോ കൂടുതലും കാണുക. ഒരു പ്രത്യേകതരം കിരീടവും ചാർത്തിയിട്ടുണ്ട്. കൊത്തുപണികളോടുകൂടിയ കരിങ്കല്ലിൽ തീർത്ത നമസ്കാര മണ്ഡപത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലെ തൂണിൽ അഴികളിട്ട് മറച്ച നിലയിൽ ഒരു യക്ഷിയുടെ പ്രതിഷ്ഠയുമുണ്ട്. നാലമ്പലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ശ്രീകോവിലിൽ ശ്രീഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മാൾവാർ തൻ്റെ പാസുരങ്ങളിൽ ഈ ഭഗവതിയെ പെരുംശെൽവനായകി, വാത്സല്യവല്ലി എന്നിങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാൽക്കരേപ്പ പെരുമാളെന്നുമാണ്. വടക്ക് പടിഞ്ഞാറേ മൂലയിലായി ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുമുണ്ട്. ഗോപാലകൃഷ്ണ സങ്കല്പത്തിലുള്ള ഈ ഭഗവാൻ കടമ്പനാട്ട് തേവർ എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പുറത്തായി തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു വലിയ ആൽച്ചുവട്ടിലായി നാഗപ്രതിഷ്ഠകൾ കാണാം. കിഴക്ക് വശത്തേതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ഒരു ചെറിയ ഗോപുരമുണ്ട്. വടക്ക് ഭാഗത്ത് കാണുന്ന ഈ തീർത്ഥകുളം വളരെ പ്രാധാന്യമുള്ളതാണ്. കപിലതീർത്ഥം എന്നാണ് ഇതറിയപ്പെടുന്നത്. കപിലമുനിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണിത്. തീർത്ഥകുളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഊട്ടുപുര. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ഈ രക്ഷസിന് ക്ഷേത്ര ഐതിഹ്യവുമായി വലിയ ബന്ധവുമുണ്ട്. അത് വരും ഭാഗങ്ങളിൽ പറയാം. ഇത്രയുമാണ് ക്ഷേത്രഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അല്പം ചരിത്രം നോക്കാം. 2ാം ചേര സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ കാലത്തായിരിക്കാം തൃക്കാക്കരയിൽ ഒരു മഹാക്ഷേത്രം ഉയർന്നു വന്നത്. ശുക സന്ദേശത്തിൽ കവി തൃക്കാക്കരയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ശിവക്ഷേത്രമായിട്ടാണ്. വാമനക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് ഇതൊരു തെളിവായി എടുക്കാം. ഇവിടെ നിന്നും തമിഴ് വട്ടെഴുത്ത് ലിപിയിലുള്ള കുറേ ലിഖിതങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. 2ാം ചേര സാമ്രാജ്യത്തിലെ പെരുമാക്കന്മാർ ഇറക്കിയ ശാസനങ്ങളാണിവ. ചേര രാജാക്കന്മാർക്ക് തമിഴുമായാണല്ലോ കൂടുതലും ബന്ധം. 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മഹോദയപുരമായിരുന്നു. ഇതാണ് പിന്നീട് കൊടുങ്ങല്ലൂരായി മാറിയത്. ലിഖിതങ്ങളിലൊന്നിൽ പൂരാട മുതൽ ഓണത്തോളവും മുന്നാഴിയിൽ 100 നാഴി ചെയ്ത് നെയ്യും കൊണ്ട് അകത്ത് പന്തീരടിയിൽ തിരുവമൃത് ചെയ്യിച്ച് പാതിയും കൊണ്ട് ബ്രാഹ്മണരെയും വൈഷ്ണവരെയും തിരുവമൃത് ചെയ്യിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വഴിപാട് നടത്തിയ വിവരങ്ങളിലൊന്നാണ്. ക്ഷേത്രഭരണം, പൂജാക്രമങ്ങൾ, ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ, ക്ഷേത്രസ്വത്തുക്കളുടെ വരവ് ചെലവ് കണക്കുകൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, ദാനമായി കിട്ടിയ ഭൂമി, സ്വർണം മുതലായവയുടെ വിവരങ്ങളും അവ കൈകാര്യം ചെയ്യേണ്ട രീതികളും, പാട്ടക്കാർക്ക് നൽകേണ്ട വിഹിതങ്ങൾ, ബ്രാഹ്മണ ഭോജനം, ദേവൻ്റെ നിവേദ്യക്രമങ്ങൾ, ക്ഷേത്ര അടിയന്തരക്രമങ്ങൾ എന്നിങ്ങനെ പോകുന്നു ശാസനങ്ങളിലെ വിവരങ്ങൾ. പഴയകാലത്തെ രാജാക്കന്മാർക്ക് ക്ഷേത്രഭരണത്തിലും ദേശഭരണത്തിലുമുള്ള നിഷ്കർഷയും താൽപ്പര്യവുമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. കൊല്ലവർഷാരംഭത്തിൽ കേരളം ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു.
മഹോദയപുരം ആസ്ഥാനമായി ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാർക്കായിരുന്നു ഈ നാട്ടുരാജാക്കന്മാരുടെ മേൽക്കോയ്മ. ഇവയിലൊന്നായിരുന്നു അറബിക്കടലിൻ്റെയും പെരിയാറിൻ്റെയും തീരത്തുള്ള കാൽക്കരൈനാട് എന്ന നാട്ടുരാജ്യം. തൃക്കാക്കര ക്ഷേത്ര സങ്കേതമായിരുന്നു ഈ നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനം. നാടുവാഴിയുടെ സങ്കേതമായിരുന്നതിനാൽ തൃക്കാക്കര ക്ഷേത്രവും പരിസരവും വളരെയേറെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. അന്ന് ഈ മഹാക്ഷേത്രത്തിൽ 27 ഉപദേവതാ പ്രതിഷ്ഠകളും പ്രത്യേകം പൂജാരിമാരും ക്ഷേത്രത്തിൻ്റെ 4 വശങ്ങളിലും വലിയ ഗോപുരങ്ങളും അഗ്രഹാരവും കളിത്തട്ടും ആയുധപ്പുരയും സദ്യാലയങ്ങളും സത്രങ്ങളും കലാമണ്ഡപങ്ങളും എന്നുവേണ്ട സകല സംവിധാനങ്ങളോടും കൂടി രാജകീയ പ്രൗഢി നിറഞ്ഞ മഹാക്ഷേത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു. രാജ്യതലസ്ഥാനമായിരുന്നതിനാൽ കൊട്ടാരങ്ങളും കോവിലകങ്ങളും ആനപ്പന്തിയും കുതിരലായങ്ങളും എല്ലാം നിർമ്മിച്ചിരുന്നു. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം ചിങ്ങമാസത്തിൽ ആഘോഷിക്കപ്പെടുന്നു. കൊയ്ത്ത് കാലത്താണ് ഓണാഘോഷം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൊയ്ത്തുത്സവമാണ് ഓണമെന്നും പറയാം. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ്. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും വിശ്വാസം ഇതാണെങ്കിൽ, പഴയ വടക്കൻ മലബാറിൽ ഓണത്തെ മാമാങ്കവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മഴ മാറി തെളിഞ്ഞ ശ്രാവണമാസത്തിൽ മധുരയിൽ ഓണം ആഘോഷിക്കുന്നതിനെപ്പറ്റി മാങ്കുടി മരുതനാരുടെ മധുരൈക്കാഞ്ചി എന്ന സംഘകാല തമിഴ് കൃതിയിൽ പരാമർശം കാണാം. മഹോദയപുരത്തെ കുലശേഖര ചക്രവർത്തിമാരുടെ കാലത്ത് 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ രാജകീയ ആഡംബരങ്ങളോടെ ഓണം ആഘോഷിച്ചിരുന്നു. തൃക്കാക്കരയുമായി ബന്ധിച്ച് മഹാബലിയുടെ കഥ എങ്ങനെയുണ്ടായി എന്നൊരു സംശയം കുറേ നാളായി തോന്നുന്നതാണ്. ഇതിനെപ്പറ്റി ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ കേരള ചരിത്രത്തിൽ ഒരു പരാമർശം കണ്ടു. അദ്ദേഹം പറയുന്നതനുസരിച്ച്, നമുക്കറിവുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ രാജപരമ്പര ആദിചേരന്മാരുടേതാണ്. അക്കാലത്ത് ആന്ധ്രം, കർണാടകം, ചേരം, ചോളം, പാണ്ഡ്യം എന്നിങ്ങനെ ദേശങ്ങളെ 5ആയി തിരിക്കുകയും ഓരോ രാജാക്കന്മാരുടെ അധീനതയിൽ ഓരോ രാജ്യങ്ങളും ആയി തീരുകയും ചെയ്തു. കേരളത്തിലെ രാജാക്കന്മാരായിരുന്ന ആദിചേരന്മാരുടെ വംശത്തിൻ്റെ സ്ഥാപകൻ ആര്യന്മാരുടെ പുരാണങ്ങളിൽ പറയുന്ന മഹാബലി ചക്രവർത്തിയായിരുന്നു അത്രേ. അങ്ങനെ ചേര രാജാക്കന്മാരെ മഹാബലിയുടെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ ബാണൻ്റെയും വംശജരെന്ന നിലയിൽ കണക്കാക്കിയിരുന്നു. ആ രാജാക്കന്മാരുടെ തലസ്ഥാന നഗരം ഇപ്പോഴത്തെ എറണാകുളത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്തുള്ള തൃക്കരൂർക്കര എന്ന ഇന്നത്തെ തൃക്കാക്കര പ്രദേശമായിരുന്നു അത്രേ. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം തിരുവഞ്ചിക്കുളം എന്ന പ്രദേശത്തേക്ക് തലസ്ഥാനവും രാജധാനിയും മാറ്റുകയും ചെയ്തു. AD 9-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച 2-ാം ചേര സാമ്രാജ്യകാലത്ത് ഭാസ്കര രവിവർമ്മൻ എന്ന രാജാവിൻ്റെ ഭരണകാലത്താണത്രേ ഓണാഘോഷങ്ങൾ തുടങ്ങിയത്. കേരളത്തിൽ ആഘോഷിച്ചു വരുന്ന ഓണമഹോത്സവം ആദ്യ ചേരവംശജനായ മഹാബലിയുടെയും അദ്ദേഹത്തിൻ്റെ വംശത്തിൻ്റെയും സ്മാരകമെന്ന നിലയിൽ തുടങ്ങിയതും ഈ പെരുമാളാണത്രേ. തൃക്കാക്കര ആദ്യ കേരള രാജവംശത്തിൻ്റെ തലസ്ഥാനമായതിനാലും വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായതിനാലും ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെ 28 ദിവസത്തെ ഉത്സവം നടത്തണമെന്നും അതിന് കേരളത്തിലെ സകല രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊതുജനങ്ങളും എല്ലാം തൃക്കാക്കരയിൽ എത്തണമെന്നും അങ്ങനെ എത്താൻ സാധിക്കാത്തവർ അവരവരുടെ ഗ്രഹങ്ങളിൽ പൂക്കളമിട്ട് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ആ ഉത്സവം കൊണ്ടാടണമെന്നുമാണ് പെരുമാൾ നിബന്ധന ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന ഓണാഘോഷങ്ങൾ. ആ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന രാജാക്കന്മാരെല്ലാം അവരവരുടെ പദവിക്കനുസരിച്ച് ആഡംബരത്തോടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് അത്തം ദിനത്തിൽ അതത് ദേശങ്ങളിൽ നിന്നും പുറപ്പെട്ട് തൃക്കാക്കര എത്തിച്ചേരണമെന്നുമായിരുന്നു നിശ്ചയം. അങ്ങനെ അവർ ചമഞ്ഞ് പുറപ്പെടുന്നതിന് അത്തച്ചമയം എന്ന് പേരും കൊടുത്തിരുന്നു. 28 ദിവസത്തെ ഓണാഘോഷത്തിൽ അവസാനത്തെ 10 ദിവസമാണ് പ്രാധാന്യമായിരുന്നത്. അവസാനത്തെ 3 ദിവസം അതിവിപുലമായ ഓണസദ്യയും ആനയെഴുന്നള്ളത്തും കലാപരിപാടികളും ഒക്കെയുണ്ടായിരുന്നു. ക്രമേണ നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള സ്പർദ്ധകളും നിയന്ത്രണാതീതമായ തിരക്കും മൂലം തൃക്കാക്കരയിലെത്തുന്ന നാടുവാഴികളുടെ എണ്ണം കുറഞ്ഞു വരികയും ഓണാഘോഷങ്ങൾ അവരവരുടെ ഭവനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ഇന്ന് കാണുന്ന രീതിയിലേക്കാവുകയും ചെയ്തു. അവസാന കാലത്ത് കൊച്ചി രാജാവും സാമൂതിരിയും മാത്രം കുറച്ചു കാലം പങ്കെടുത്തു അത്രേ. പിന്നീട് സാമൂതിരിയും വരാതായി. കൊച്ചി രാജാവ് മാത്രമായും കുറേ കാലം തുടർന്നു. പിൽക്കാലത്ത് തൃക്കാക്കര ക്ഷേത്രം ഇടപ്പള്ളി രാജാവിൻ്റെ കയ്യിലായതോടെ കൊച്ചി രാജാവും പോകാതെയായി. പിന്നീട് ഒരു ഘോഷയാത്രയായി തൃപ്പൂണിത്തുറയിൽ ആഘോഷിച്ചു തുടങ്ങി. ക്രമേണ ഈ ആഘോഷം തൃപ്പൂണിത്തുറയിൽ മാത്രമായി ഒതുങ്ങുകയും പിന്നീടത് അത്തച്ചമയാഘോഷമായി മാറുകയും ചെയ്തു.
കൊച്ചിക്കടുത്തുള്ള ഒരു ചെറിയ നാടായിരുന്നു യൂറോപ്യൻ രേഖകളിൽ റെപ്പോളിൻ എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി അഥവാ ഇളങ്ങല്ലൂർ സ്വരൂപം. 12-ാം നൂറ്റാണ്ടിൽ തൃക്കാക്കര നാടുവാഴിയുടെ കുടുംബത്തിൽ പുരുഷപ്രജകളില്ലാതെ വന്നപ്പോൾ തൃക്കാക്കര ക്ഷേത്രമേൽശാന്തി തൽസ്ഥാനത്ത് അവരോധിക്കപ്പെടുകയുമായിരുന്നു. 12-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ പതനത്തോടുകൂടി കാൽക്കരൈനാട് ഛിന്നഭിന്നമായപ്പോൾ അവിടെ ഇടപ്പള്ളി ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ നമ്പൂതിരി ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചു. പെരുമ്പടപ്പ് സ്വരൂപത്തിൽ നിന്നും വിവാഹം ചെയ്ത ഇടപ്പള്ളി രാജാവ് തൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കൊച്ചിയും പുതുവൈപ്പും പെരുമ്പടപ്പ് സ്വരൂപത്തിന് ദാനമായി നൽകി. ഇത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അനന്തരാവകാശികൾക്ക് രസിച്ചില്ല. അവർ സാമൂതിരിയുടെ സഹായത്താൽ ഇടപ്പള്ളി രാജാവിനെ ആക്രമിച്ചു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇടപ്പള്ളി പലതവണ ആക്രമിക്കുകയുണ്ടായി. പക്ഷേ പരാജയപ്പെടുത്താനായില്ല. തൃക്കാക്കരയപ്പൻ്റെ സമ്പത്തും അനുഗ്രഹവുമാണ് ഇടപ്പള്ളി രാജാവിൻ്റെ വിജയരഹസ്യമെന്ന് മനസ്സിലാക്കിയ ശത്രു രാജാക്കന്മാർ പോർച്ചുഗീസുകാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് ഇടപ്പള്ളി രാജ്യം ആക്രമിപ്പിച്ചു. അതിതീക്ഷ്ണമായ ആക്രമണങ്ങളിൽ ക്ഷേത്രത്തിനും ദേശത്തിനും കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു. 1740-ൽ ഇടപ്പള്ളി രാജാവ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു സന്ധിയുണ്ടാക്കി. ഇടപ്പള്ളി രാജാവ് നമ്പൂതിരി ആയതുകൊണ്ടാവാം പടയോട്ട കാലത്ത് മാർത്താണ്ഡവർമ്മ ഇടപ്പള്ളി പിടിച്ചടക്കിയില്ല. കുന്നത്തുനാട് താലൂക്കിലെ വാഴപ്പള്ളി, കാർത്തികപ്പള്ളി താലൂക്കിലെ തൃക്കുന്നപ്പുഴ, തിരുവല്ല താലൂക്കിലെ കല്ലൂപ്പാറ എന്നിവിടങ്ങളിലും ഇടപ്പള്ളി രാജാവിന് ദേശങ്ങളുണ്ടായിരുന്നു. ഇടപ്പള്ളിയുടെ സ്വതന്ത്ര പദവി 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയും ഉണ്ടായിരുന്നു. AD 1820-ൽ ബ്രിട്ടീഷുകാർ ഇടപ്പള്ളി കൊച്ചി രാജാവിൻ്റെ സംരക്ഷണത്തിലാക്കി. ഇടപ്പള്ളി രാജാവിൻ്റെ പ്രതിഷേധം മൂലം 1825-ൽ ക്ഷേത്രമുൾപ്പെടെ തിരുവിതാംകൂറിൻ്റെ ഭരണത്തിലേക്ക് മാറ്റപ്പെട്ടു. ഈ കാലമായപ്പോഴേക്കും തൃക്കാക്കര ക്ഷേത്രം അതിൻ്റെ എല്ലാ പ്രതാപവും നശിച്ച് നിത്യനിദാനങ്ങൾക്ക് പോലും കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നുവത്രേ. പോർച്ചുഗീസുകാരുടെ ആക്രമണവും ടിപ്പുവിൻ്റെ പടയോട്ടകാലത്തെ ആക്രമണം ഭയന്നും ജീവരക്ഷയെ കരുതി ആളുകൾ മിക്കവാറും നാട് വിടുകയും ചെയ്തിരുന്നു. ക്രമേണ ഇതൊരു ജനവാസമില്ലാത്ത പ്രദേശമായി മാറുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ അധപതനത്തിന് കാരണമായി ഒരു സാധു ബ്രാഹ്മണ ബാലൻ്റെ ശാപത്തിൻ്റെ കഥയും പറയുന്നുണ്ട്. പ്രചാരത്തിലുള്ള ഒരു കഥയുടെ ചുരുക്കരൂപം ഇതാണ്. ഒരിക്കൽ ഒരാൾ ഒരു കദളിക്കുല വഴിപാടായി ക്ഷേത്രനടയ്ക്കൽ സമർപ്പിച്ചു പോയി. പക്ഷേ അതെടുക്കാനായി പൂജാരി വന്നപ്പോൾ അതവിടെ കാണാനുണ്ടായിരുന്നില്ല. ആ സമയം ഒരു ബ്രാഹ്മണ ബാലൻ ക്ഷേത്രമണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരുന്ന ബാലനെ സംശയിക്കുകയും മോഷ്ടാവെന്നാരോപിച്ച് ക്ഷേത്രഭാരവാഹികൾ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. സത്യസന്ധനും മഹാഭക്തനുമായ ആ ബാലൻ അപമാനഭാരത്താൽ നിരപരാധിയായ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത തൃക്കാക്കരയപ്പൻ്റെ ശക്തിയും ചൈതന്യവും നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചതിന് ശേഷം ആത്മാഹുതി ചെയ്തു അത്രേ. ഇല്ലിവാതിലും കൊള്ളിവിളക്കും പഴുക്കപ്ലാവിലയിൽ നിവേദ്യവുമായി അനേക വർഷങ്ങൾ കഴിയുമ്പോൾ ക്ഷേത്രത്തിന് ശാപമോക്ഷമാവുമെന്ന് അന്ന് ആ ബാലൻ പറഞ്ഞിരുന്നു അത്രേ. ആ ബാലൻ്റെ വാക്കുകൾ പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ക്ഷേത്രം നവീകരിക്കുകയും പുനഃപ്രതിഷ്ഠാകാലത്ത് ദേവഹിതമനുസരിച്ച് ആ ബ്രാഹ്മണ ബാലൻ്റെ രക്ഷസിനെ ഇവിടെ കുടിയിരുത്തുകയുമായിരുന്നു. 108 വൈഷ്ണവ തിരുപ്പതികളിലൊന്നും 28 ദിവസത്തെ ഉത്സവാഘോഷവും 27ഓളം ഉപദേവതാ പ്രതിഷ്ഠകളും കൊട്ടാരങ്ങളും കോവിലകങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ഒക്കെയായി സമ്പൽ സമൃദ്ധമായിരുന്ന തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും പതനം ദേവൻ്റെയും ദുരിതകാലമായിരുന്നു എന്നു തന്നെ കരുതാം. കാടുകയറി വിസ്മൃതിയിലാണ്ടുപോയ വിശാലമായ ക്ഷേത്രമതിലകം വളരെയധികം ചുരുങ്ങിപ്പോവുകയും പൂജ നടത്താൻ ആളില്ലാതെയും ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് പലപ്പോഴും കാടിനുള്ളിലെ ക്ഷേത്രം പോലും കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അത്രേ. ക്ഷേത്രത്തിൻ്റെ ശോച്യാവസ്ഥ അറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുരാവസ്തു വകുപ്പ് തലവനായ ടി ഗോപിനാഥ റാവുവിനെ സ്ഥലം സന്ദർശിച്ച് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ നിയോഗിച്ചു. അതനുസരിച്ച് ഇടപ്പള്ളിയിലെത്തിയ അദ്ദേഹം വളരെ സാഹസപ്പെട്ട് കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ച് ക്ഷേത്രം വരുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ക്ഷേത്രത്തിൻ്റെ ശോച്യാവസ്ഥയെപ്പറ്റിയുള്ള ഗോപിനാഥ റാവുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ദിവസവേതനത്തിൽ താൽക്കാലികമായി ഒരു പൂജാരിയെ നിയമിച്ചു. ജനവാസം കുറഞ്ഞ പ്രദേശമായതുകൊണ്ട് പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം പൂജാരി തന്നെ സംഘടിപ്പിക്കണമായിരുന്നു. എണ്ണയുടെ കുറവ് മൂലം വെളിച്ചത്തിന് വിറകുകൊള്ളിയും കൃഷിയില്ലാത്ത പ്രദേശമായതിനാൽ പഴുക്കപ്ലാവിലയിൽ നിവേദ്യവും എടുക്കേണ്ടി വന്നു അത്രേ. ചിതല് കയറിപ്പോയ വാതിലിൻ്റെ സ്ഥാനത്ത് ഇല്ലികൊണ്ട് വാതിൽ വയ്ക്കേണ്ടിയും വന്നു.
അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഇല്ലിവാതിലും കൊള്ളിവിളക്കും പഴുക്കപ്ലാവിലയിൽ നിവേദ്യവുമായി കഴിയട്ടെ എന്ന ഐതിഹ്യത്തിലെ ബാലൻ്റെ ശാപം പോലെ തന്നെയായി മാറി എന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ അവസ്ഥ മനസ്സിലായ മഹാരാജാവ് ഉടൻ തന്നെ പുനർനിർമ്മിക്കാൻ ഉത്തരവിടുകയും അങ്ങനെ പുനർനിർമ്മാണവും പുനഃപ്രതിഷ്ഠയും നടക്കുകയും ചെയ്തു. ശാപമോക്ഷം പോലെ പിന്നീട് ക്ഷേത്രത്തിൻ്റെ വളർച്ചാകാലമായിരുന്നു. ഇന്ന് വളരെ ആർഭാടപൂർണമായ ഉത്സവവും ഓണാഘോഷവും ജനത്തിരക്കും തൃക്കാക്കര ക്ഷേത്രം അതിൻ്റെ പൂർവ്വകാല പ്രൗഢിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മഹാബലി ചക്രവർത്തി കേരളക്കരയാണ് ഭരിച്ചിരുന്നതെന്നും പ്രജാക്ഷേമ തൽപരനായിരുന്ന മഹാബലിയുടെ ശ്രേഷ്ഠത്വം വർദ്ധിക്കുന്നത് കണ്ട് അസൂയ പൂണ്ട ദേവന്മാരുടെ ആവശ്യപ്രകാരം വാമനരൂപം പൂണ്ട മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് പറഞ്ഞയച്ചുവെന്നും വർഷത്തിൽ തിരുവോണനാൾ തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാനുള്ള അനുവാദം കൊടുത്തുവെന്നും ഈ സംഭവം തൃക്കാക്കരയിൽ വച്ചാണ് നടന്നതെന്നുമാണല്ലോ കേരളത്തിൽ പ്രചാരത്തിലുള്ള കഥ. പക്ഷേ ഈ കഥയ്ക്കൊരു യുക്തിഭംഗമുണ്ട്. കാരണം വാമനൻ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമാണ്. നമ്മുടെ ഐതിഹ്യങ്ങൾ പ്രകാരം 6ാമത്തെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞാണ് സമുദ്രത്തിൽ നിന്നും കേരളക്കരയെ ഉയർത്തിയെടുത്തത്. അങ്ങനെയാണെങ്കിൽ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് അയച്ചത് അന്നില്ലാത്ത ഈ കേരളക്കരയിൽ വച്ചല്ല, മറ്റെവിടെയോ വെച്ചാണ്. പിന്നെപ്പോഴാണ് വാമനൻ തൃക്കാക്കരയിലെത്തുന്നത്? ഇത്തരം പൊതു സംശയങ്ങൾ ഐതിഹ്യത്തിൻ്റെ കുരുക്കുകളിൽ പെട്ടുകിടക്കുന്നു. പുരാതന കാലത്തെക്കുറിച്ച് പഠിക്കുവാൻ പലപ്പോഴും ആർക്കിയോളജിക്കൽ തെളിവുകളെ മാത്രം ആശ്രയിച്ചാൽ മതിയാവുകയില്ല. ആ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അക്കാലത്തെ പുരാണങ്ങളെ കൂടി നമുക്ക് ആശ്രയിക്കേണ്ടി വരും. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് പൊതുവായ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുക. നമ്മുടെ പുരാണ കഥകൾ പരിശോധിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ഏറ്റവും കൂടുതലായി പറയുന്നത് ഭാഗവത മഹാപുരാണത്തിലാണ്. പക്ഷേ അതിലെവിടെയും കേരളം ഭരിച്ചിരുന്ന ഒരു മഹാബലി രാജാവിനെയോ കേരളത്തിലെത്തിയ വാമനമൂർത്തിയെക്കുറിച്ചോ ഒരു പരാമർശവും കാണാൻ സാധിക്കില്ല. വാമനാവതാരത്തെപ്പറ്റി ഭാഗവത്തിൽ പറയുന്ന ഈ കഥ വളരെ ചുരുക്കി പറയാമെങ്കിലും അല്പം വിസ്തരിക്കുന്നു. കാരണം ഈ കഥയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പുരാണങ്ങളനുസരിച്ച് പ്രഹ്ലാദൻ്റെ പുത്രനായ വീരോചനൻ്റെ പുത്രനാണ് ഇന്ദ്രസേനൻ എന്ന മഹാബലി. മഹാബലി എന്നാൽ വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് അർത്ഥം. 3 ലോകങ്ങളും കീഴടക്കി ഇന്ദ്രപദവിയും നേടിയെടുത്ത അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. എന്നാൽ മറ്റ് അസുരന്മാരിൽ നിന്നും വ്യത്യസ്തനായി ഒരു ദാനശീലനും മഹാത്മാവും ഒരു വിഷ്ണു ഭക്തനും കൂടിയായിരുന്നു അദ്ദേഹം. ബലിയും ഭാര്യ വിന്ധ്യാവലിയും വിഷ്ണുഭക്തരായിരുന്നുവെങ്കിൽ മകൻ ബാണാസുരൻ ഒരു ശിവഭക്തനുമായിരുന്നു. രത്നജ്വാല, വജ്രജ്വാല എന്നീ 2 പുത്രിമാർ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും പുരാണങ്ങളിൽ സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ സമ്പന്നരും സന്തുഷ്ടരുമായിരുന്നു. എന്നാൽ ക്രമേണ തൻ്റെ കഴിവിലും പ്രാപ്തിയിലും ദാനധർമ്മങ്ങളിലുമെല്ലാം അല്പം അഹങ്കാരവും അദ്ദേഹത്തിനുണ്ടായി തുടങ്ങി. ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനാൽ മൃതപ്രായനാക്കപ്പെടുന്ന മഹാബലി അസുരഗുരുവായ ശുക്രാചാര്യരുടെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് പുനർജീവിക്കപ്പെടുന്നു. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ സർവ്വശക്തിയും നേടിയ മഹാബലി വീണ്ടും സ്വർഗം ആക്രമിക്കുകയും ദേവന്മാർക്ക് ദേവലോകം നഷ്ടപ്പെട്ട് വേഷപ്രച്ഛന്നരായി സഞ്ചരിക്കേണ്ടിയും വന്നു. കൂടുതൽ ഐശ്വര്യവും ശക്തിയും നേടുന്നതിനായി ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം നർമ്മദാ നദിയുടെ തീരത്തുള്ള ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത് മഹാബലി അശ്വമേധയാഗം തുടങ്ങി. ദേവന്മാരുടെ ദുരവസ്ഥയിൽ മനം നൊന്ത ദേവമാതാവായ അതിഥി കശ്യപൻ്റെ നിർദ്ദേശപ്രകാരം പയോവ്രതമനുഷ്ഠിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു. ശക്തരും ഗുരുഭക്തരുമായ അസുരന്മാർ മഹാബലിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ധർമ്മമാർഗത്തിലാണ് ജീവിക്കുന്നതെന്നും അതിനാൽ അവരോട് പക്ഷപാതം കാണിച്ച് ദേവന്മാരെ സഹായിക്കാൻ കഴിയില്ല എന്നും ഭഗവാൻ പറഞ്ഞു. എന്നിരുന്നാലും ഭഗവാനോട് വരം ചോദിച്ച സ്ഥിതിക്ക് അത് നടപ്പാക്കാതിരിക്കാനും വയ്യല്ലോ. അങ്ങനെ ഒരു ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ അതിഥിയുടെ മകനായും ദേവേന്ദ്രൻ്റെ അനുജനായും ഭഗവാൻ അവതരിച്ചു. അതാണ് വാമനാവതാരം. അമ്മയുടെ ആവശ്യപ്രകാരം ദേവേന്ദ്രൻ്റെ സഹോദരൻ കൂടിയായി മാറിയ ഭഗവാൻ സഹോദരധർമ്മം അനുഷ്ഠിക്കുന്നതിനും കൂടി വേണ്ടിയാണ് മഹാബലിയുടെ യാഗശാലയിലേക്ക് യാത്രയാവുന്നത്. ഭിക്ഷ തേടുന്ന സുന്ദരനായ തേജസ്വിയായ ഒരു കൊച്ചു ബ്രാഹ്മണകുമാരനായിരുന്നു ആ വാമനരൂപം. നർമ്മദാ നദീതീരത്തുള്ള ഭൃഗുകച്ഛം എന്ന സ്ഥലത്താണ് ശുക്രാചാര്യർ തുടങ്ങിയ മഹാബലിയുടെ ഋതിക്കുകൾ അശ്വമേധയാഗം നടത്തുന്നത്. അനേകം ധർമ്മകർമ്മങ്ങളും ദാനധർമാദികളുമൊക്കെ നടക്കുന്ന ആ യാഗസ്ഥലത്തേക്ക് വാമന ഭഗവാൻ കടന്നു ചെന്നു. അത് തേജസ്വിയായ ആ ബാലനെ കണ്ട്
അവിടെയുള്ള ഋഷിമാരും ശിഷ്യന്മാരുമൊക്കെ അവരറിയാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് സ്വാഗതം ചെയ്തു. തൻ്റെ യാഗശാലയിൽ അതിഥിയായി എത്തിയ തേജസ്വിയായ ബ്രാഹ്മണ ബാലനെ കണ്ട മഹാബലിക്ക് സന്തോഷമായി. മഹാബലി ബാലൻ്റെ കാൽ കഴുകി പാദതീർത്ഥം സ്വന്തം ശിരസിൽ തളിച്ചു. മഹാബലി ബാലനോട് പറഞ്ഞു, യാഗം അവസാനിക്കുന്ന ഈ ദിവസം ഇവിടെ എഴുന്നള്ളിയ അങ്ങ് എൻ്റെ അതിഥിയാണ്. താങ്കൾ ദാനമായി എന്താവശ്യപ്പെട്ടാലും ഞാനത് നൽകാൻ തയ്യാറുമാണ്. പശുവോ ഭൂമിയോ സ്വർണമോ കൊട്ടാരമോ എന്തു വേണമെങ്കിലും ചോദിക്കാം. വാമനൻ പറഞ്ഞു, പരമഭക്തനും കീർത്തിമാനുമായ പ്രഹ്ലാദൻ്റെ കുലത്തിൽ ജനിച്ച അങ്ങയോട് ഞാൻ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. എൻ്റെ അളവിനനുസരിച്ച് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം മതി. അത് കേട്ട മഹാബലി പറഞ്ഞു, ഒരിക്കൽ മഹാബലി ചക്രവർത്തിയോട് ഭിക്ഷ ആവശ്യപ്പെട്ടവർ രണ്ടാമത് മറ്റൊരാളോട് ഭിക്ഷ ചോദിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ അത്രയും കൂടി സ്വീകരിക്കൂ. മഹാബലിയുടെ ഈ വാക്കുകളിൽ അല്പമൊരു അഹന്തയും നമുക്ക് കാണാവുന്നതാണ്. ഇത് കേട്ട ബാലൻ ഉപദേശരൂപേണ മറുപടി പറഞ്ഞു, മഹാരാജാവേ, മനുഷ്യനെ സന്തുഷ്ടനാക്കാൻ ഒരു വിഷയത്തിനും സാധ്യമല്ല. 3 അടി സ്ഥലം കൊണ്ട് സന്തോഷിക്കാത്തവൻ ഒരു ദ്വീപം മുഴുവനും കിട്ടിയാലും തൃപ്തനാവില്ല. ഇനി ഒരു ദ്വീപം കിട്ടിയാലോ 9 ഖണ്ഡങ്ങളിലുള്ള 7 ദ്വീപങ്ങളും ലഭിക്കണമെന്നും ആഗ്രഹിക്കും. യാദൃച്ഛികമായി ലഭിക്കുന്ന അന്നാദി പദാർത്ഥങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവൻ എന്നും സന്തോഷമായിരിക്കുന്നു. മനസ്സിനെ ജയിക്കാതെ ഇന്ദ്രിയജയം സമ്പാദിക്കാതെ ഒരുവന് ഈ വിശ്വമെല്ലാം ജയിച്ചാലും സുഖമായിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ച 3 അടി മണ്ണ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് വാമനന് ഭൂമി ദാനം ചെയ്യാനൊരുങ്ങിയ മഹാബലിയെ കുലഗുരുവായ ശുക്രാചാര്യർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. വാക്കു പാലിച്ചാൽ ഭഗവാൻ അങ്ങയുടെ സ്ഥാനത്തെയും ഐശ്വര്യത്തിനെയും സമ്പത്തിനെയും ക്ഷണത്തിൽ അപഹരിച്ച് ദേവേന്ദ്രന് കൊടുക്കും. മഹാരാജാവേ, വാക്കിലാണ് സത്യമിരിക്കുന്നതെങ്കിൽ ദേഹമുണ്ടെങ്കിലേ വാക്കുള്ളൂ. അതിനാൽ സത്യപാലനാർത്ഥം ദേഹത്തെ വേണ്ടി വന്നാൽ അനിർതം കൊണ്ട് രക്ഷിക്കണം. വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വാക്ക് തെറ്റിക്കുന്നതിൽ ദോഷമില്ല. ഇതിന് മഹാബലി പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. അസത്യത്തേക്കാൾ വലിയ അധർമ്മം മറ്റൊന്നില്ല. അതിനാൽ അസത്യതൽപരനായ മനുഷ്യനെ ഒഴികെ സകലതിനെയും വഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഭൂമിദേവിയും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അസത്യം പറഞ്ഞ് വഞ്ചിക്കുന്നതിനെ ഞാൻ മരണത്തേക്കാൾ ഭയക്കുന്നു. മരണാനന്തരം ധനാദികൾ വിട്ടുപിരിയണമെന്ന് നിശ്ചയമായതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സകലതും ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്. സംശയം കൂടാതെ കൊടുക്കുന്നത് തന്നെയാണ് സാധുധർമ്മം. സുഖഭോഗങ്ങളെ കാലം അപഹരിക്കും, എന്നാൽ യശസ് എന്നും നിലനിൽക്കുകയും ചെയ്യും. ഇത് കേട്ട് ദേഷ്യം എന്ന ശുക്രാചാര്യർ, എൻ്റെ വാക്കുകളെ ധിക്കരിച്ച നീ ഐശ്വര്യഭ്രഷ്ടനാവട്ടെ എന്നും ശപിച്ചു. എന്നിട്ടും ബലി കുലുങ്ങിയില്ല. വാമനനെ ദാനം നൽകുന്നതിനായി ക്ഷണിച്ചു. പീഠത്തിലിരുത്തി പൂജിച്ച് ദാനം ചെയ്യാനൊരുങ്ങവേ ക്രിയയ്ക്കുള്ള ജലം നൽകാനെടുത്ത കിണ്ടിയുടെ മുരലിൽ വെള്ളം വരാതിരിക്കുന്നതിനായി ശുക്രാചാര്യർ ഒരു തവളയുടെ രൂപത്തിൽ കയറി അടഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ വാമനൻ ഒരു ദർഭപ്പുല്ലെടുത്ത് കിണ്ടിയുടെ മുരലിൽ കുത്തുകയും ശുക്രാചാര്യർക്ക് ഒരു കണ്ണ് നഷ്ടമാവുകയും ചെയ്തു. ദാനത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞതോടെ പിന്നീട് അവിടെ നടന്നത് ഭഗവാന്റെ വിശ്വരൂപ പ്രദർശനമാണ്. വിരാട് രൂപം ധരിച്ച ഭഗവാൻ ഒരു കാൽ കൊണ്ട് ഭൂമിയും മറ്റേ കാൽ കൊണ്ട് സ്വർഗവും വ്യാപിച്ച് സകലതും തൻ്റെ കാൽ കീഴിലാക്കി. അതിനുശേഷം എല്ലാത്തിൻ്റെയും അധിപനെന്ന് അല്പം അഹങ്കരിച്ച മഹാബലിയോട് 3ാമത്തെ അടി എവിടെ അളക്കുമെന്ന് ഭഗവാൻ ചോദിച്ചു. സകല അഹങ്കാരങ്ങളും അസ്തമിച്ച മഹാബലി ഭക്തിപുരസരം പറഞ്ഞു, ഭഗവാനെ, ഞാൻ വഞ്ചകനല്ല. 3ാമത്തെ കാലടി എൻ്റെ ശിരസിൽ വെച്ചാലും. മരണാവസരത്തിൽ ജീവനെ വിട്ടുപിരിയുന്ന ഈ ശരീരം കൊണ്ട് എന്തു ഫലം? എത്ര കാലം ഈ ശരീരത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ നശിക്കാതിരിക്കില്ല. ഐശ്വര്യം നിമിത്തം അഹങ്കാരവും അവിവേകവും വർദ്ധിച്ചു വരികയും ഈ ജീവിതം ശാശ്വതമല്ല എന്ന ബോധമില്ലാതെ വരികയും ചെയ്യുന്നു. ഭഗവാൻ മഹാബലിയുടെ ശിരസിൽ പാദം സ്പർശിച്ച് അനുഗ്രഹിക്കുകയും സാവർണി മന്വന്തരത്തിൽ ദേവേന്ദ്രനായി ഭരിക്കുവാനും അത്രയും കാലം സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായ വിശ്വകർമാവ് സൃഷ്ടിച്ച സുതലത്തിൻ്റെ അധിപതിയായിരിക്കുവാനും ആ സുതലത്തിൻ്റെ പടിക്കൽ താൻ തന്നെ കാവൽക്കാരനായി നിൽക്കുമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചതായും ഭാഗവത മഹാപുരാണം പറയുന്നു. പത്മപുരാണത്തിലും വാമനപുരാണത്തിലും ചെറിയ ചില വ്യത്യാസങ്ങളോടെ ഈ കഥ കാണാം. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയുന്ന കഥയ്ക്ക് ഒരു പ്രസക്തി കാണാൻ കഴിയില്ല. പകരം ഗർവ് നശിച്ച് തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച തൻ്റെ പരമഭക്തനെ അനുഗ്രഹിക്കുകയും
14 ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ സുതലം എന്ന ലോകത്തിൻ്റെ അധിപതിയായി വാഴിക്കുകയും ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ കാവൽക്കാരനായി മാറുകയുമാണ് ചെയ്യുന്നത്. മാത്രമല്ല, വളരെ അപൂർവമായി മാത്രം ഭഗവാൻ കൈക്കൊണ്ട ഭഗവാന്റെ വിരാട് രൂപ ദർശനവും മഹാബലിക്ക് സാധ്യമായി. ഒരു പരമഭക്തന് ഇതിലും കൂടുതൽ എന്തു വേണം? പിന്നെ മറ്റൊരു കാര്യം, നർമ്മദാ നദീതീരത്തുള്ള ഭൃഗുകച്ഛം എന്ന സ്ഥലത്താണ് മഹാബലിയുടെ യാഗം നടക്കുന്നത്. അവിടേക്കാണ് വാമനമൂർത്തി കയറി ചെല്ലുന്നത്. ഈ കഥകളിലെവിടെയും കേരളവുമായി യാതൊരു ബന്ധവും കാണുന്നില്ല. മധ്യപ്രദേശിലെ വിന്ധ്യാപർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് മഹാരാഷ്ട്ര വഴി ഒഴുകി ഗുജറാത്തിലെ ഭറൂച്ചിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന ഒരു മഹാനദിയാണ് നർമ്മദ. പുരാണങ്ങളിൽ പറയുന്ന ഭൃഗുകച്ഛം എന്ന സ്ഥലമാണ് ഇന്നത്തെ ഭറൂച്ച്. നർമ്മദയുടെ വടക്കൻ തീരത്താണ് ഈ പ്രാചീന നഗരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ബ്രാഹ്മണ വംശജരുടെ വേരുകൾ അന്വേഷിച്ചു പോയാൽ എത്തി നിൽക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയായിരിക്കും. പിന്നെങ്ങനെ മഹാബലിക്ക് ഒരു കേരള ബന്ധമുണ്ടായി? ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞ ആറ്റൂർ കൃഷ്ണപ്രസാരടിയുടെ പരാമർശം വളരെ പ്രധാനമാണ്. ഈ വിഷയത്തിൽ കേസരി ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഒരു നിരീക്ഷണവും വളരെ യോജിച്ചതാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് സ്ഥലകാലങ്ങളുടെ ചലനമെന്നത് വലുതായ രീതിയിൽ ലോകമെമ്പാടും നടന്നിട്ടുള്ളതാണ്. ഒരിടത്ത് അധിവസിച്ചിരുന്ന ഒരു ജനസമൂഹം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മറ്റൊരിടത്തേക്ക് കൂട്ടത്തോടെ കുടിയേറുമ്പോൾ അവർ കൂടെ കൂട്ടുന്നത് തങ്ങളുടെ സംസ്കാരത്തെ കൂടിയാണ്. ആ ഒരു സംസ്കാരത്തെ അവർ എത്തിപ്പെടുന്ന സ്ഥലത്തെ സാഹചര്യങ്ങളുമായി ചേർത്ത് പുനഃസൃഷ്ടിക്കുവാൻ ശ്രമിക്കും. കാലം എപ്പോഴും ഒരു പിരിയൻ ഗോവണി പോലെ ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കാലത്തിൻ്റെ ചലനം ഒരിക്കലും ഒരു നേർരേഖയിലായിക്കൊള്ളണമെന്നുമില്ല. അതായിരിക്കാം പുരാണ കഥകളിലെ കാലദേശങ്ങൾ തമ്മിൽ പലപ്പോഴും നമുക്ക് വൈരുദ്ധ്യം തോന്നിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കേരളം കൂടാതെ പ്രാചീന ഭാരതത്തിലെ ദേശങ്ങളെ പരിശോധിച്ചാൽ സുബ്രഹ്മണ്യം മുതൽ ജനാർദ്ദനം വരെയുള്ളത് സിദ്ധ കേരളമെന്നും രാമേശ്വരം മുതൽ വെങ്കടദേശം വരെയുള്ളത് ഹംസ കേരളമെന്നും അനന്തശൈലം മുതൽ യാവത്സ്യം വരെയുള്ളത് സർവേശം എന്നും പേരുള്ള 3 കേരളദേശങ്ങൾ ഉള്ളതായി ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേതാവും മഹാബലി ഭരിച്ച കേരളം? നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള പല ഐതിഹ്യങ്ങൾക്കും ദുർബലമായ ഒരു അടിത്തറയാണുള്ളത്. പക്ഷേ ആത്യന്തികമായി ഈ കഥകളെല്ലാം നന്മകൾ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ്. കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു നാട്ടിലെ മഹാരാജാവിനെയും മനുഷ്യ മനസ്സിലെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാനും ഈ കലിയുഗത്തിൽ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും എല്ലാ നന്മകളോടെയും കൂടി ഒത്തുചേരുവാനും ഓണം ആഘോഷിക്കാനുമാണ് മഹാബലിയുടെ കഥയിലൂടെ പൂർവികർ നമുക്ക് പറഞ്ഞു തരുന്നത്. നിത്യേന 5 പൂജകളും 3 ശീവേലികളും ഈ ക്ഷേത്രത്തിലുണ്ട്. 3 പൂജകൾ ശിവക്ഷേത്രത്തിലുമുണ്ട്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 11:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്രത്തിൽ നട തുറന്നിരിക്കുന്ന സമയം. തൃപ്പൂണിത്തുറ പുലിയന്നൂർ ഇല്ലത്തേക്കാണ് ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ചിങ്ങമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണദിനത്തിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവോണ മഹോത്സവമാണ്. തിരുവോണ നാളിൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും ഗംഭീരമായ ഓണസദ്യയും മറ്റ് ആഘോഷങ്ങളുമൊക്കെ ഉണ്ടാവും. ഉത്സവകാലത്ത് ദശാവതാര ചാർത്തും പതിവുണ്ട്. കൂടാതെ ശിവരാത്രിയും പ്രധാനമാണ്. ഈ ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചതും നിലവിലുള്ളതുമായ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒരു പരിധിവരെ ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. പുരാതന കാലം മുതൽക്കുള്ള മഹാക്ഷേത്രമായതിനാൽ നമ്മുടെ കണ്ടെത്തലുകൾ അനുസരിച്ചുള്ള വിവരണങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. എല്ലാവർക്കും വളരെ ആർഭാടപൂർണമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത അധ്യായത്തിൽ കാണാം.